ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെള്ളരിക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് വെള്ളരിക്ക, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 4 വറ്റൽമുളക്, കുറച്ച് കഷ്ണങ്ങളാക്കിയ ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങ, ജീരകം, കടുക്, പിന്നെ തൈര് എന്നിവ എടുക്കാം. ആദ്യമായിട്ട് വെള്ളരിക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉൾഭാഗമൊക്കെ വൃത്തിയാക്കി ഇതുപോലെ പീസസ് ആക്കിയിട്ട് വെക്കാം. പിന്നെ അതിനെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇനി നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളരിക്ക ഇതുപോലെ പീസസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുക്ക് ചെയ്യാനുള്ള കുക്കറിലേക്ക് മാറ്റാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. 1/2 ഗ്ലാസ്സിന് താഴെ വെള്ളം ഒഴിക്കണം കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്. കാരണം എന്താ വെച്ചാൽ വെള്ളരിക്കയിൽ തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് അതിലേക്കിടാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിലടിക്കാൻ കുക്കറിന് അനുവദിക്കുക. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ കേട്ടോ. വെള്ളരിക്ക വേവുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുക്കുക. തേങ്ങ ഒരു ജാറിലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, പിന്നെ ചെറിയൊരു സ്പൂണ് കടുക്, പിന്നെ 3-4 കറിവേപ്പില, പച്ചമുളക് അതിൽ 2 കഷ്ണമായിട്ട് ഇടുക. എന്നിട്ട് ഇഞ്ചി ഇടുക. കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ചെറിയ ജാറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ അരഞ്ഞു കിട്ടും. അതിങ്ങനെ ഒരു കപ്പിലേക്ക് നമുക്ക് മാറ്റാം. പിന്നെ ഈ തൈര് നമുക്ക് മിക്സിയിലിട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. തൈര് അധിക സമയം അരക്കാൻ പാടില്ല, അത് വളരെ പിന്നെ ലൂസായി പോകും കേട്ടോ. അപ്പം നമ്മുടെ വെള്ളരിക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഈ അരച്ചു വെച്ച കൂട്ട് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ഒന്ന് ശരിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് നല്ലവണ്ണം തിളക്കാൻ അനുവദിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഞാൻ 2 ചെറിയ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചടി തയ്യാറാവുന്ന സമയം കൊണ്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പുതുതായി വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ജാറിലുള്ള തൈര് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതൊന്ന് ജസ്റ്റ് ചൂടാവാൻ മാത്രം വെക്കുക. അധികം തിളക്കാൻ പാടില്ല കേട്ടോ. അധികം തിളപ്പിക്കാൻ വെച്ചാൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകും കേട്ടോ. പച്ചടിക്ക് പ്രധാന ടേസ്റ്റ് കിട്ടുന്നത് അതിലെ വറുത്തിടലാണ് കേട്ടോ. പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് 1 സ്പൂൺ 1.5 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. അതൊന്ന് 1-2 മിനിറ്റ് മൂടി വെക്കുക. കടുക് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില അതിനോട് ചേർക്കുക. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി മൂടി വെക്കുക. ഇനി വറ്റൽമുളക് ഇതുപോലെ പീസസ് ആയിട്ട് അതിലേക്ക് മാറ്റുക. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക.
ഇനി അത് ഉണ്ടാക്കി വെച്ച പച്ചടിയുടെ കൂടെ മിക്സ് ചെയ്യുക. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും വളരെ വളരെ നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.